ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ രുചിയായിട്ടുള്ള ഒരു കൊഞ്ച് കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതാണ്ട് ഇത് 1/2 കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ എന്ന് പറയും. വെള്ള ചെമ്മീൻ നോക്കി വാങ്ങുക. ചുവന്നതിന് ടേസ്റ്റ് കുറവാണ്. മീഡിയം സൈസ് വാങ്ങുക. ഇത് തൊലി കളഞ്ഞിട്ട് 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ആദ്യം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇടാം. 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇടാം. ഇനി ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര്, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയാണ്. ഇനി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇടാം. എരിവിനനുസരിച്ച് സാധാരണ മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ ചെമ്മീനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീനാണ്. ചെമ്മീൻ വളരെ ഗുണകരവുമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ പിള്ളേർക്കെല്ലാം വലിയ ഇഷ്ടപ്പെട്ടതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എല്ലാ പലഹാരങ്ങളുടെ കൂടെ എല്ലാ പിന്നീടും കഴിക്കാവുന്നതാണ്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ കൊത്തിയരിഞ്ഞതാണ്. 1/2 ഇഞ്ച് വലുപ്പത്തിൽ എടുത്തതിന് ശേഷം ഒന്ന് കൊത്തിയരിഞ്ഞു. ഇഞ്ചി ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒരു 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പച്ചമുളക് ഒരു 3 എണ്ണം, വലിയ പച്ചമുളകാണ്. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണ് വയ്ക്കുക. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 2 സവാള അതുപോലെ കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ സവാളയിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് നല്ലവണ്ണം വഴറ്റണം. നല്ല ഒന്ന് പൂക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഉള്ളി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ച മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ. ഉള്ളി മൂത്തതിന് ശേഷം മാത്രമേ മല്ലിപ്പൊടി ഇടാവൂ, അല്ലെങ്കിൽ മല്ലി മൂക്കത്തില്ല. അതിൻ്റെ നനവുകൊണ്ട് അപ്പം ഫ്ലെയിമൊന്നും കുറച്ച് വെക്കേണ്ട. ഇതിൽ വന്ന് വിളക്കി മല്ലി നല്ലവണ്ണം നമുക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കാവുന്നതാണ്. മല്ലി നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. 1 മിനിറ്റ് മല്ലി ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും ഇട്ടു. അതിനിടയ്ക്ക് ഞാൻ തേങ്ങ നേരത്തെ തിരുമ്മി വെച്ചിരുന്നത് പാലെടുത്തു. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട. ഇനി 1-ാം പാലെടുത്തു. ഇതിൻ്റെ 1-ാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. ഫ്ലെയിം കൂട്ടി ഇട്ട് കൊടുക്കാം. നല്ല മണം തന്നെ വന്നിട്ടുണ്ട്. നല്ല സ്വാദ് കറി. ഒരു കൊഞ്ച് കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം മതി. ഒരിക്കൽ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഇത് മാത്രമേ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ. ഒരു 5 മിനിറ്റ് നല്ലവണ്ണം വെട്ടി തിളയ്ക്കണമെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരുള്ളൂ. ഈ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് 2-ാം പാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെട്ടി തിളയ്ക്കുക. വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൊഞ്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. കൊഞ്ച് ഇട്ടതിന് ശേഷം വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് വെന്ത് പോരുതെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മൾ സമയം നോക്കി പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യും. ഒരു വെട്ടിത്തിളയ്ക്കുമ്പോൾ ഒരു 4 മിനിറ്റ് വെട്ടിത്തിളപ്പിച്ചാൽ മതിയാകും. ഹൈ ഫ്ലെയിമിൽ, വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ 4 മിനിറ്റ് മാത്രം മതിയാകും ഈ കൊഞ്ച് വേഗം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ആദ്യത്തുള്ള ഒരു തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ആദ്യം പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു. വലിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെമ്മീൻ ഒരുപാട് വേവിച്ചാൽ അത് സോഫ്റ്റ് ആകത്തില്ല. അത് വരണമാണ്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കൊഞ്ച് കറിയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത്. ഇതാ കണ്ടോ, അതീവ രുചിയുള്ള. ഇനി കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എങ്ങനെ ഇരിക്കണം കൊഞ്ചിത ഉണ്ടോ. ഇനി വേവിക്കേണ്ട കാര്യമില്ല. ഇതിരുന്ന് തന്നെ ഒന്നും കൂടി
വേകുന്നതാണ്. ഈ ചൂടി തന്നെ ഇരുന്ന് ഈ അരപ്പിൻ്റെ ഇതിൽ തന്നെ കിടന്ന് ഇനി വേവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കി കഴിഞ്ഞു. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെല്ലാ പേർക്കും നന്മയും ആശംസകളും ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.